PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ റിവിഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്കിന്നിവിടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? ഇപ്പം നമ്മുടെ 10th പ്രിലിംസ് ഒക്കെ അടുത്ത് വന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിനി പുതിയ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി പഠിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ പഴയ മൈൻഡിലുള്ള കാര്യങ്ങൾ, നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് വിടുക. അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ എല്ലാവരും ഏകദേശം പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതൊന്നും പഠിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ റിവിഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വായിക്കുകയായിരിക്കും. വായിച്ചു കഴിഞ്ഞ് സെക്കൻഡ് ഘട്ടത്തിലായിരിക്കും നമ്മൾ എപ്പോഴും റിവിഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഒന്ന് വായിക്കുക. ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എല്ലാം അറിയാവുന്നതും ഇത് ഇമ്പോർട്ടൻസ് ആയിട്ട് അതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അത്രേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ വായനയിലോ മൂന്നാമത്തെ വായനയിലോ നമുക്ക് റിവിഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് പാടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ എന്തായാലും നമ്മുടെ മനസ്സിൽ ഒരു 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ മനസ്സിലാവും. നമുക്ക് പാടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ നോക്ക്, എക്സാമ്പിൾ പറയാം. മൗലികാവകാശങ്ങൾ USA, അത് നമ്മളെപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങളുണ്ടാവും. നമുക്കിതുവരെ ഒരുപാട് പ്രാവശ്യം എക്സാമിനൊന്നും ചോദിക്കാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടാവും. പിന്നെ ഫെഡറൽ സംവിധാനം, കാനഡ, ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ ചിലത് നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് കയറും. നമ്മുടെ മൈൻഡിലോട്ട് പതുക്കെ കയറത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ റിവിഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബുക്ക് എടുക്കുക. ഇത് ഒരു റിവിഷൻ ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ എഴുതി വെച്ചതാണ്. പക്ഷെ ഞാനധികം എനിക്ക് വേറൊരു ബുക്കിലാണ് ഞാൻ കൂടുതൽ റിവിഷൻ ചെയ്തത്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ച ബുക്കാണ്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് റിവിഷൻ ചെയ്യാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ബുക്കിലാണ് ശരിക്കും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും എഴുതാത്തത് കൊണ്ട് ഞാനിതിലൊന്നും എഴുതി കാണിക്കാനായിട്ട് ഞാൻ ബുക്ക് എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് വായിച്ച് നോക്കുക. 3, 4, 5 പ്രാവശ്യം നമുക്ക് ഇഷ്ടമുള്ള പ്രാവശ്യം നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് നമ്മളൊന്ന് വായിച്ച് നോക്കുക. അതിൽ നമുക്കിപ്പോൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് പാടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്തായാലും നമുക്കൊരു 2-3 പ്രാവശ്യം വായിക്കുക. ഇത്രയും വായിച്ചതിന് ശേഷം ഒരു 10 എണ്ണോ, ഒരു 6 എണ്ണോ 7 എണ്ണോ അല്ലെ 10 എണ്ണോ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് സ്വയം ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാക്കിയിട്ട് നമ്മുടെ റിവിഷൻ ബുക്കിൽ അത് എഴുതുക. ഇപ്പോൾ ഇത് നോക്ക്, ബ്രിട്ടനിൽ നിന്ന് കൈക്കൊണ്ടത് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഏകപൗരത്വം, ബ്രിട്ടൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വയം ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നമ്മളിത് എഴുതുക. അത് റിവിഷൻ ബുക്കിൽ എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ ചിലത് നമുക്ക് നമ്മുടെ മൈൻഡിൽ, ഇപ്പോൾ 10 നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ 10 ഏതെങ്കിലും ഒരു 1-2 നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടൻ, അത് നമ്മുടെ മനസ്സിൽ അഥവാ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളൊരു സ്കെച്ച് എടുത്തിട്ട് നമ്മൾ അതൊന്ന് ടിക്ക് ചെയ്ത് വിടുക. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര 10 എണ്ണം എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരെണ്ണം നമ്മുടെ ഇത്തിരി പാടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മളൊന്ന് ടിക്ക് ചെയ്തിടുക. പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ പഠിക്കേണ്ടതായിരുന്നു, ഇത് നമുക്ക് പാടായിരുന്നു. അതുകൊണ്ട് നമ്മളിത് നോക്കുമ്പോൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കണം. അല്ലാതെ റിവിഷൻ ബുക്കിൽ എല്ലാം കൂടെ വാരി വലിച്ച് എഴുതിയാൽ നമുക്കൊന്നും ലാസ്റ്റ് സമയത്ത് നമുക്ക് അയ്യോ എന്താണ് എല്ലാം റിവൈസ് ചെയ്യണം അങ്ങനെ നോക്കും. പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് നമുക്കിതൊക്കെ ആൻസർ ടിക്കിടുക. ശരി. അപ്പോൾ ഇത് നമുക്ക് തെറ്റായതാണ്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വായനയിൽ തന്നെ ഇത് കണ്ടോ, ഫസ്റ്റ് വായനയിൽ തന്നെ ഇത് എനിക്ക് പാടുള്ളതായിരുന്നു, അതുകൊണ്ട് ഞാനിതിൽ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വായനയിൽ തന്നെ നമുക്കത് മനസ്സിലാവും. എക്സാം എടുക്കുമ്പോൾ നമ്മൾ ഈ റിവിഷൻ ബുക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഫസ്റ്റ് വായനയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതെനിക്ക് പാടുള്ളതായിരുന്നു, ഇത് ഞാൻ ഒന്നുകൂടെ നോക്കണം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതൊരു ട്രിക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്, എങ്ങനെയാണ് ഫസ്റ്റ് നോക്കേണ്ടത്, അതൊരു നല്ല യൂസ്ഫുള്ളാണ്. ഇതൊരു 3 മാസം മുന്നേത്തേക്ക് കാര്യമാണ് പറയുന്നത് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഇനിയാണെങ്കിലും നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നമുക്ക് എഴുതാനായിട്ട് സമയമില്ലെങ്കിൽ ഇനിയുള്ള എക്സാംസിനും നമുക്കതൊക്കെ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ സ്വയം ക്വസ്റ്റ്യനും ആൻസറും ചെയ്ത് നോക്കുക. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. പിന്നെയുള്ള വായനയിൽ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ടഫായിരുന്നു, നമുക്കിനി ഇതൊന്നുകൂടെ പഠിക്കണം അന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ഏറ്റവും ലാസ്റ്റത്തെ വായനയിൽ നമുക്കത് നോക്കാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ വായനയിൽ നമുക്കത് മനസ്സിലാവും. നമ്മളത്
പിന്നെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കണ്ണ് എന്തായാലും അതിലുണ്ടാവും. പിന്നെ അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും ചെയ്ത് നോക്കുക. നമുക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ആൻസർ നോക്കി എഴുതിയിട്ട് ടിക്ക് ചെയ്ത് വിടുക. അപ്പം മനസ്സിലായാലും ആ ഒരു പോർഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഹൈലൈറ്റ് മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ എഴുതിയതിൽ ഹൈലൈറ്റ് മാർക്ക് ചെയ്യുക. പിന്നെ അത് നമ്മുടെ റിവിഷൻ ബുക്കിലായിരിക്കണം ആ ഹൈലൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. കാര്യം നമ്മളിപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു പോർഷൻ പഠിക്കുമ്പോഴും നമ്മളത് എഴുതി വെച്ചിട്ട് ചെറിയ ഷോർട്ട് നോട്ടുകളാക്കി എഴുതി വെച്ചിട്ട് അതിൻ്റെ ഹൈലൈറ്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു നോട്ടായിട്ട് എഴുതിയെന്ന് വെച്ചപ്പോൾ ചിലർ അങ്ങനെ എഴുതും, ചിലർ അല്ലാത്തത് എഴുതും. അത് ഇഷ്ടമുള്ളത് മാത്രമേ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഓരോ പോയിന്റ് എഴുതിയിട്ട് അതിൻ്റെ ഹൈലൈറ്റ്സുകളും ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. അതായത് നമുക്ക് പാടുള്ള വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ തെറ്റിയിട്ട് തന്നെ എഴുതുക. പാടുള്ള വിഷയങ്ങൾ മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ കിട്ടാത്ത വിഷയങ്ങൾ ഇങ്ങനെ ഒരു ഇൻഡു ചിഹ്നം ഇട്ട് തെറ്റിട്ട് തന്നെ എഴുതുക. പക്ഷേ പിന്നെയുള്ള ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പാഠം എടുത്തിട്ട് നമ്മൾ ചെറിയ നോട്ട്സുകളായി ആക്കിയോ അല്ലെങ്കിൽ ചെറിയ അതിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ എഴുതിയൊക്കെ നമ്മൾ ചെയ്യും. അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്മൾ അതിലും നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതെ നമുക്ക് പാടുള്ളത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. പാടുള്ളത് മാത്രം. ഇപ്പം നമ്മൾ 3-4 എഴുതിയെന്ന് വെച്ചോ, അപ്പോൾ അതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് എഴുതിയെന്ന് വെച്ചോ. നോക്ക്, ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന ലേ ഔട്ട് തയ്യാറാക്കിയ നന്ദലാൽ ബോസ്. ഇതിൽ നമുക്ക് പാടുള്ളത് ഇന്ത്യൻ ഭരണഘടന ലേ ഔട്ട് തയ്യാറാക്കിയ നന്ദലാൽ ബോസ് എന്നാണെങ്കിൽ നമ്മൾ ആ നന്ദലാൽ ബോസ് അവിടെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. മനസ്സിലായി? ഇതെല്ലാം എഴുതണം. എഴുതിയിട്ട് ഇതുപോലെ ഇത് ഒന്നാമത്തെ ഇത് നമുക്കറിയാമല്ലോ, ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തത് നമ്മളിങ്ങനെ ഇത് എഴുതുമ്പോൾ നമ്മളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. അപ്പോൾ അത് നമുക്ക് വളരെയധികം നമുക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ അത് രണ്ടാമത്തെ മെത്തേഡ്. മനസ്സിലായല്ലോ? നമ്മൾ വായിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എന്തായാലും നമ്മളൊരു നോട്ട് ബുക്കിൽ എഴുതുമല്ലോ, നമ്മൾ റിവിഷൻ്റെ ബുക്കിൽ എഴുതുമല്ലോ നമുക്ക് ഏതൊക്കെയാണ് പാടുള്ളതെന്ന്. അപ്പോൾ അതിൽ നമുക്ക് പാടായിട്ടുള്ളത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. റിവിഷൻ ചെയ്യേണ്ടത് എന്താണെന്ന്, ഇതിൻ്റെ പ്രാധാന്യം ഏതാണ്, ഇത് നമുക്ക് റിവിഷൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തത്. ഒന്നാമത്തെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ 30 മിനിറ്റ് നമ്മൾ ആദ്യം റിവിഷൻ ചെയ്യണം. ഫസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ 30 മിനിറ്റ് ആയിരിക്കണം നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത്. പക്ഷേ അത് സെക്കൻഡ് തവണ വരുമ്പോൾ അത് കുറഞ്ഞതൊരു 15 മിനിറ്റിലോട്ട് നമ്മൾ മാറണം. ആദ്യം നമ്മൾ 30 മിനിറ്റ് നമുക്ക് റിവിഷന് ആദ്യം നമ്മൾ മൂന്നാമത്തത് നമ്മളൊരു 30 മിനിറ്റ് ആദ്യം ഫസ്റ്റ് റിവിഷനായിട്ട് മാറ്റി വയ്ക്കണം. ഫസ്റ്റ് ഇതൊക്കെ നമ്മൾ എന്തായാലും 2 പേജ് നമ്മൾ എഴുതി കഴിഞ്ഞ് പൂർത്തിയാക്കി കഴിയുമ്പോഴുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ അത് 15 മിനിറ്റ് ആയിട്ട് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മളത് പഠിച്ചുകൊണ്ടാണ് നമുക്ക് അത്രയും റിവൈസ് ചെയ്യേണ്ട കാര്യം ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ. പിന്നെ നാലാമത്തേന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പാടുള്ള ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പഠിക്കാൻ ഏതാണ്, ഇപ്പോൾ ആറ്റം കെമിസ്ട്രിയുടെ ആറ്റം ആണെങ്കിലും നമുക്ക് പഠിക്കാൻ പാടുള്ള വിഷയം എന്ത് ചെയ്യണം, നമ്മൾ നാളെ എക്സാം ഉണ്ട്. നമുക്ക് ഈ നാളെ ഉള്ള എക്സാമിൽ നമുക്ക് ഇത്ര 50-ൽ ഒരു 40 മാർക്ക് നമുക്ക് കിട്ടിയാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ മുന്നോട്ട് പോകും എന്ന് മൈൻഡിൽ വിചാരിച്ചിട്ട് നമ്മളൊന്ന് വെറുതെ വിചാരിച്ചിട്ട് നമ്മളൊന്ന് പഠിക്കുക. എനിക്ക് ഫസ്റ്റ് ആകണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. നാളെ 50 മാർക്കിൻ്റെ എക്സാം ഉണ്ട്. എനിക്കൊരു 40 വേണം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം അത്രയും കിട്ടും. ഞാൻ ഏറ്റവും ലാസ്റ്റായി പോകും. അതുകൊണ്ട് എനിക്ക് പിന്നെ അതൊരു നാണക്കേടാകും എന്നൊക്കെ വിചാരിച്ച് നമ്മളെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ കൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നവരൊക്കെ ആയിരിക്കും ഓൺലൈനായിട്ട്. അപ്പോൾ അവരെന്താണ്, നാളെ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ നമ്മളത് പഠിക്കുമല്ലോ എല്ലാവരും കൂടെ 3-4 പേരൊക്കെ. അപ്പോൾ നാളെ നമുക്ക് എക്സാം ഉണ്ട്, അപ്പോൾ നമുക്കതിന് ഫസ്റ്റ് നേടണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പഠിച്ചിട്ട് പിന്നെ അത് റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലത് പെട്ടെന്ന് നിൽക്കും. അപ്പോൾ ആ ഒരു പാഠത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൽ എഴുതി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും നമുക്ക് മനസ്സിലുണ്ടാകും. പിന്നെ റിവിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൽ എഴുതി വെക്കുക. ഇതെല്ലാം റിവിഷൻ ബുക്കിൽ എഴുതണമെന്ന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. റിവിഷൻ ബുക്കിൽ ഇല്ലാതെയും ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അല്ലാതെയും എഴുതാം. പിന്നെ എന്താ ചെയ്യേണ്ടത്, പിന്നെ ഈ ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയം ഉണ്ടാവല്ലോ, നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവർ ഉച്ച കഴിഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് അത്രയും ഒരു ഇതുണ്ടാവത്തില്ല.
ഉറക്കമൊക്കെ വരുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബുക്ക് എടുത്തിട്ട് വെറുതെ ഒന്ന് വായിക്കുക. എന്ന് വെച്ചാൽ മൈൻഡ് കൂടുതൽ സെറ്റാക്കി വായിക്കണമെന്നല്ല, അല്ലാതെ നമ്മളൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വിടുക. ഒരു ആഴത്തിലുള്ള വായനയല്ല, അല്ലാതെ ഒന്ന് നമ്മളൊന്ന് വായിച്ചു വിടുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ടിക്കിട്ട ഭാഗങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലറിയാതെ ആ ഒരു ചിത്രമായിട്ട് നമ്മുടെ മനസ്സിൽ, ഇപ്പം നമ്മൾ TTC ഒക്കെ പഠിക്കുമ്പോൾ അറിയാം, കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ എന്താണ് അവർ പറഞ്ഞുള്ള പഠിത്തത്തിനേക്കാൾ അവർക്കിഷ്ടം ചെയ്തുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ കുറേ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതൊരു ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ, ഇപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ അതൊക്കെ ഹിമാചൽ സിവാലി, അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ചിത്രങ്ങളിലൂടെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്കത് കത്തും, മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ വെറുതെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് വായിച്ച് വിടുക. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു റിവിഷൻ ചെയ്ത് പോവുകയാണ്. ഇത് അറിയാതെ ഉള്ള ഒരു ടെക്നിക്കാണ്, അറിഞ്ഞുകൊണ്ടുള്ളതല്ല ഈ ഉച്ചകഴിഞ്ഞുള്ള വായനയൊക്കെ. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻസ്, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്തല്ലോ, ഇനി അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്വയം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇന്ത്യൻ ഭരണഘടന എന്ന് വെച്ചിട്ടുള്ള ഏതെങ്കിലും, അല്ല വേണ്ട, ബയോളജി ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ബയോളജിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് നമുക്കതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ പഠിച്ചു, നമ്മൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി, നമുക്കിനി കുറച്ചുകൂടെ പഠിക്കാനുള്ളൂ. അപ്പം നമുക്കൊരു ആത്മവിശ്വാസം വരും. നമ്മൾ കുറഞ്ഞത് ഒരു 60 ക്വസ്റ്റ്യൻസോ 50 to 60 നമുക്ക് ആ പഠിച്ചതിൽ നിന്ന് നമുക്കതിൽ നിന്ന് സ്വയം, നമ്മളിതൊന്നും നോക്കാതെ സ്വയം നോക്കി ക്വസ്റ്റ്യൻ ഇതാക്കണമെന്നല്ല, നമ്മൾ നോക്കാതെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ 60 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. ഇതൊക്കെ റിവിഷൻ മെത്തേഡുകളാണ്. ഇതൊന്നും നമ്മൾ വായിക്കുന്നതിൻ്റെ കൂടെയല്ല, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ റിവിഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ 60 ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, 60 50 അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും, വരുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇപ്പോൾ 100 പകുതി നമുക്ക് കിട്ടി. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത്രയും നാളൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, നമ്മളതിൽ ജയിച്ചു, നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് അടുത്ത ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലിയിലോട്ട് അടുത്തു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. ഒരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് നോക്കി വായിക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ തലേദിവസം ഏത് പാഠമാണ് പഠിച്ചത്, പിറ്റേ ദിവസം നമ്മൾ അടുത്ത ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ, അടുത്ത ഏതെങ്കിലും വിഷയമാണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇന്ന് ഭരണഘടനയാണ് പഠിക്കുന്നതെങ്കിൽ തലേ ദിവസം നമ്മൾ ബയോളജിയാണ് പഠിക്കുന്നതെങ്കിൽ ആ ബയോളജിയിൽ ഒരു 50 60 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് സ്വയം ചെയ്ത് നോക്കുക. നമ്മൾ ഒന്നും നോക്കാതെ, നമ്മളിപ്പോൾ തലേദിവസം എല്ലാവരും പറയുന്നത് എന്താ, തലേദിവസം നമ്മൾ എടുത്തിട്ടൊന്ന് വായിക്കുക. പക്ഷെ അത് വായിക്കാതെ തന്നെ നമ്മളൊന്ന് ക്വസ്റ്റ്യൻസ് സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകാനുള്ള ഒരു ടെക്നിക്കാണ്. നമുക്കിതൊക്കെ പഠിച്ച കാര്യങ്ങൾ എന്താണ്, നമുക്ക് ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ടോ, ഓർമ്മയുണ്ടോ, അതാ പഠിച്ച കാര്യങ്ങൾ മൊത്തം മറന്നുപോയോ എന്നൊക്കെ ഓർക്കാം. പിന്നെ നമുക്ക് തോന്നുന്ന സമയത്തെല്ലാം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ബുക്കിൽ തന്നെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള കുറേ ക്വസ്റ്റ്യൻസ് വെറുതെ ഇരുന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെന്താണ്, ഇതൊക്കെ ഒരു പുനർവായനയുമാകും, നമുക്കിതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ടെക്നിക്കുമാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ സ്വയം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടണമെങ്കിൽ നല്ല കാര്യം. സ്വയം ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഇത്ര ഭാഗം ഇതെല്ലാം എൻ്റെ മൈൻഡിലുണ്ടെന്ന് അറിയാനായിട്ടാണ്. എന്ന് വെച്ചാൽ ആൻസർ പഠിക്കരുതെന്നല്ല, ഇത്ര ഭാഗം എൻ്റെ മൈൻഡിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഇത് പഠനത്തിൻ്റെ കൂടെയുള്ള ഓർമ്മയും കൂടെ നിലനിൽക്കാനായിട്ട്, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം, നമ്മൾ എന്നും ചെയ്യേണ്ട, ഒരു 1-2 പ്രാവശ്യം മാത്രം നമ്മളിതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ആ സബ്ജക്ട്സ് ഏകദേശം നമുക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നും. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടഫുള്ള പാഠം പഠിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളൊരു കഥയിലൂടെ ഒരു കോഡ് ഉണ്ടാക്കുക, കോഡ് പഠിക്കുക. നമ്മുടെ സ്വന്തം കോഡ്, മറ്റുള്ളവരെ അടിച്ചു മാറ്റിയല്ല, നമ്മൾ സ്വന്തം എന്തെങ്കിലും ഒരു കോഡ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കോഡ് ഉണ്ടാക്കുക. ആ കോഡ് ഉണ്ടാക്കിയിട്ട്, അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് അതൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ ആ കോഡ് ഉണ്ടാക്കിയിട്ട് ആ കോഡൊന്ന് ഇങ്ങനെ ഒന്ന് വട്ടത്തിലിട്ട് ഒന്ന് ഒരു സർക്കിൾ വരച്ചോ, അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക ആ കോഡുകൾ. മനസ്സിലായോ? ആ കോഡുകൾ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കോഡൊന്ന് മേളിൽ എഴുതിയാൽ മതി. അപ്പം നമുക്ക് ആ ഏത് ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന്, പിന്നെ അതെന്താ അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് താഴത്ത് എഴുതി വെക്കണം. ഇപ്പോൾ എന്തെങ്കിലും പിന്നെ എന്താണ് ധാതുക്കളാണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏത് അലുമിനിയത്തിൻ്റെ ഒരു ബോക്സൈറ്റ്, അപ്പോൾ അങ്ങനെയുള്ള ഏതിൻ്റെ കോഡാണെന്ന് നമുക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ റിവിഷന് ഇതെല്ലാം നമ്മൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു മഷിയിൽ വേണം നമ്മളിത്
ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ട്. നമ്മളിപ്പോൾ പേന വെച്ച് എഴുതുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയുള്ളൊരു ഇതിൽ വേണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ. നമ്മുടെ കണ്ണിനും നമ്മുടെ തലച്ചോറിനും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണം. കാര്യം ബാക്കി ഇപ്പം ഇത് ഇത്രയും ഭാഗം എഴുതിയത് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡൗൺ സിൻഡ്രോം, അപ്പോൾ അതെന്താണ് തല, പിന്നെ അതിൻ്റെ ബുദ്ധിപരിമിതിയുണ്ട്, അതിൻ്റെ ഉയരക്കുറവ്. അപ്പോൾ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് കോഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൃത്തത്തിലാക്കി ഇടുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, 2, 7, 12 എന്നും പറഞ്ഞൊരു ടെക്നിക്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇത് ഞങ്ങൾ കുറേ നേരത്തെ സൈക്കോളജിക്ക് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സാറ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊരു മെത്തേഡാണ്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2, 7, 12 എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ 1ാമത്തെ ദിവസം വായന, 2ാമത്തെ ദിവസം അതിൻ്റെ റിവിഷൻ, പിന്നെന്താണ് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അത് തന്നെ വീണ്ടും റിവിഷൻ, പിന്നെ ഒരു 12 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റിവിഷൻ. ഇത് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ 3, 6, പിന്നെ 9 അങ്ങനെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. അതായത് ഈ സംഖ്യകളിലൊക്കെ നമ്മൾ റിവിഷൻ ചെയ്യുക. നമ്മൾ റിവിഷൻ ചെയ്യാനെടുക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് ഇന്ന ദിവസം നമ്മൾ ഇന്നതാ റിവിഷൻ എന്ന് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് നമുക്ക് അതും ചെയ്യാം. നല്ല കാര്യമാണ്. 2, 7, 12 എന്ന് വെച്ചാൽ 2ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുക, അത് തന്നെ 7ാമത്തെ ദിവസം ചെയ്യുക, പിന്നെ അത് 12ാമത്തെ ദിവസം ചെയ്യുക. അപ്പോൾ ഈ 12ാമത്തെ ദിവസം ചെയ്യുമ്പോൾ നമ്മളത് മറന്നു പോയില്ല എന്നും, പിന്നെ ഇപ്പോൾ നമുക്ക് എന്തായാലും മറന്നു പോകത്തില്ല, ഒത്തിരി ദിവസമൊന്നും നമ്മൾ റിവിഷൻ ചെയ്തിട്ടായില്ലല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. പിന്നെ റിവിഷൻ ചെയ്യേണ്ട സബ്ജക്ട്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർട്ടായിട്ട് തയ്യാറാക്കാം. അപ്പോൾ എന്താണ്, തിങ്കളാഴ്ച ബയോളജി റിവിഷൻ, ഇപ്പോൾ പഠിത്തത്തിൻ്റെ കൂടെ ബയോളജി റിവിഷൻ ചെയ്യുക. ചൊവ്വാഴ്ച റിവിഷൻ, ഇന്ന ദിവസം എന്താണ് കെമിസ്ട്രി റിവിഷൻ ചെയ്യുക. 3ാമത്തെ ദിവസം എന്താണ് ഫിസിക്സ് റിവിഷൻ ചെയ്യുക. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ലാസ്റ്റ് ദിവസം ഞായറാഴ്ച വെറുതെ ഒന്ന് ഒഴിച്ച് വായിക്കാം. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ടൊന്നും വായിക്കേണ്ടതല്ല, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചാലും മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിവിഷൻ മെത്തേഡാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേപ്പറിൽ എഴുതി വയ്ക്കാം. അത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. റാങ്ക് ഫയലിൽ ഹൈലൈറ്റ് ചെയ്താൽ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് തോന്നുകയില്ല. അതുകൊണ്ടാണ് റിവിഷനിൽ ഒരു ബുക്ക് എടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കുക. എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യുന്ന വെച്ചാൽ റിവിഷന് വേണ്ടി എഴുതുക. അപ്പോൾ റിവിഷൻ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് തീരുമ്പോൾ നമ്മൾ എന്തായാലും എക്സാമിൻ്റെ അടുത്തെത്തുമല്ലോ. ആ റിവിഷൻ ചെയ്യുമ്പോൾ വേണം നമ്മൾ ഈ ബുക്കുകളൊക്കെ ഒന്ന് മറിച്ചൊന്ന് നോക്കുക. മറിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പിന്നെ നമ്മൾ എന്തുമാത്രം നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് റിവിഷൻ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ ഒന്നുകൂടെ നോക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ എന്തായാലും. പിന്നെ IP നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IP എന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് പാടുള്ളത്, അത് നമുക്ക് അങ്ങനെയും കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഈ 2-3 തവണ ഈ റിവിഷൻ ബുക്ക് നമ്മൾ ഒരിക്കലും കളയരുത്. റിവിഷൻ ബുക്ക് നമുക്ക് ഏത് എക്സാമിനും നമുക്ക് പ്രയോജനപ്പെടും. അത് ആഴ്ചയിൽ 2-3 തവണ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ, എവിടെയെങ്കിലും നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലോ ഒക്കെ നമുക്ക് ഈ റിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് നമ്മുടെ സ്വന്തം വോയിസിൽ തന്നെ നമുക്കത് പിന്നെ കേട്ട് പഠിക്കാം. നമ്മൾ റിവിഷൻ ചെയ്യേണ്ട, നമ്മളിങ്ങനെ ടിക്കറ്റ് ഇട്ടുള്ള അതെല്ലാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാം. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഈ ഗാലറിയിൽ ഫോൺ നോക്കുമ്പോൾ ഒരുപാട് ഫോട്ടോകൾ നമുക്ക് കാണുമല്ലോ. അപ്പം നമ്മൾ ആ ഹൈലൈറ്റ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ വെറുതെ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഇപ്പം നമുക്ക് നെറ്റില്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് ഈ ഫോട്ടോ നമ്മൾ കൂടുതൽ നെറ്റില്ലാത്ത സമയത്തൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ നമ്മൾ എടുത്ത് നോക്കും അല്ലേ. എല്ലാവരും നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ ആണെങ്കിലും ഇങ്ങനെ നമ്മളെല്ലാവരും വേറെ ആരുടെ കുടുംബത്തിൽ വേറെ ആരുടെ ആണെങ്കിൽ അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും നമ്മുടെ ഫോട്ടോ നമ്മൾ വെറുതെ എടുത്ത് നോക്കും. അപ്പം നമ്മുടെ ഗാലറിയിൽ നമ്മൾ റിവിഷൻ ബുക്കിൻ്റെ ഒരു PDF വേണമെങ്കിൽ ആക്കാം. ഇനി PDF അല്ല, PDF ഒക്കെ നമ്മൾ അത്രയും ഒരു നോക്കുമോയെന്ന് അറിയത്തില്ല, വേണമെങ്കിൽ PDF ആയിട്ട് എടുക്കാം നമ്മുടെ റിവിഷൻ ബുക്ക്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇതിങ്ങനെ ചെയ്യുക, നമുക്ക് ബുദ്ധിമുട്ടുള്ള പേജുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ച് നോക്കുകയല്ല, ഫോട്ടോ ഇങ്ങനെ നോക്കുക, സ്ലൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതും നമുക്കൊരു ഇതൊക്കെ നമ്മുടെ മൈൻഡിന് പെട്ടെന്ന് നമുക്കതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് ഒരു 3 തവണയെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസത്തിലൊരു 2 തവണയെങ്കിലും നമ്മൾ ഒരു 3 പേജ് വെച്ച് നമ്മളൊന്ന് ഓടിച്ച് നോക്കുക. റിവിഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 3 തവണയെങ്കിലും നമ്മൾ ഓടിച്ച് നോക്കുക. പിന്നെ നമുക്ക് ഈ ഫോണിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ്. കാര്യം നമ്മൾ എന്തായാലും ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ഇതൊക്കെ നമുക്ക് കൂടുതൽ ഈ ഫോണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് വേറെ എന്തിലോട്ട് നെറ്റില്ലാത്ത സമയങ്ങളിൽ വേണം കൂടുതൽ നോക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കും. അപ്പോൾ അതും നമുക്ക് വളരെയധികം പ്രയോജനമാണ്.
അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ്. ഇപ്പം വേറൊരാൾ ഇതേപോലെ തന്നെ എടുക്കണമെന്നൊന്നും പറയത്തില്ല. എടുക്കണമെന്നോ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ വേറെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്